എല്ലാവരും കൂടി പ്രഷർ ചെയ്ത് നമ്മളെ ഡിഗ്രിക്ക് പഠിക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് താല്പര്യമില്ലാത്തൊരു കോഴ്സ് പഠിക്കാൻ പറ്റും. ഈ സക്സസ് ആയ ആൾക്കാർ ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹോണസ്റ്റ് ആയിട്ടൊരു റിവീൽ നടത്തട്ടെ ഇവിടെ. ആക്ച്വലി വിശ്വാസമൊന്നും ഉണ്ടാവില്ല ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ. എനിക്ക് ഭയങ്കര വിശ്വാസം എന്നുള്ളത് ബാക്കിയുള്ളവരെ കാണിക്കും. അത് തന്നെയാണ് ഇതെന്ന് തോന്നിക്കുന്ന ഒരേ പോലത്തെ 3 നെക്ലസ് ആണ് ഇവർക്കുള്ളതെന്ന് പറയില്ലേ. വേറൊരാളുടെ പെർസ്പെക്റ്റീവിലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കില്ല. പക്ഷെ നമ്മൾ കേട്ടു സൂപ്പർ നമ്മൾ കൈയടിക്കും. വൈ? ബിക്കോസ് അപ്പോൾ ഈ ബാൻഡ് വാഗൺ എഫക്റ്റ് കൊണ്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് വരും. ഒന്നാമത്തെ പ്രോബ്ലമാണ് നമുക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അതായത് എല്ലാവരും കൂടെ പോകുമ്പോൾ നാട് കൂടുമ്പോൾ നടുവ് കൂടണം എന്നുള്ള ചിന്ത മനസ്സിലുള്ളതുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യുക വിത്തൗട്ട് റീസൺ. നമുക്ക് പ്രൂഫില്ല, റീസൺ ഇല്ലാണ്ട് നമ്മൾ വെറുതെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പലപ്പോഴും ഒതുങ്ങിപ്പോവും. ഇപ്പോൾ നമുക്കൊരു ആഗ്രഹം ഫോട്ടോഗ്രാഫർ ആവണം എന്നാണ്. പക്ഷേ നമ്മൾ പ്രഷറിൽ എല്ലാവരും കൂടി പ്രഷർ ചെയ്ത് നമ്മളെ ഡിഗ്രിക്ക് പഠിക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് താല്പര്യമില്ലാത്തൊരു കോഴ്സ് പഠിക്കാൻ പറ്റും. നമ്മൾ ഫോട്ടോഗ്രാഫർ ആവുമോ? ഇല്ല. ഈ ഫോട്ടോഗ്രാഫി നീ പഠിച്ചാൽ നീ ലോകത്തിലെ 1% ആവും. പക്ഷെ നിനക്കൊണ്ടാവാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബാൻഡ് വാഗൻ്റെ എഫക്റ്റ് നിൻ്റെ സൊസൈറ്റിയിലുള്ളതുകൊണ്ട് നിനക്ക് അവിടെ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. ഈ സക്സസ് ആയ ആൾക്കാർ ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ബാൻഡ് വാഗൺ എഫക്റ്റ് നടക്കുമ്പോൾ അത് ചെയ്യാതിരിക്കുക. ഓക്കെ ഓക്കെ, ബാൻഡ് വാഗൺ എഫക്റ്റ് നടന്നോട്ടെ, പക്ഷേ ആ കാര്യം അവർ ചെയ്യില്ല. ബാൻഡ് വാഗണാണ് മനസ്സിലാക്കണം. വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്താ ടി വി ആണ്, അപ്പോൾ നീ റീഡ് ചെയ്യുക. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നോക്കി സമയം കളയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പുതിയ ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് പുതിയ സക്സസ് ആവാനുള്ള പുതിയ ഐഡിയകൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പിന്നാലെ പണിയെടുത്ത് നടക്കുക. എല്ലാവരും ലേറ്റായിട്ട് എണീക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മൾ നേരത്തെ എണീക്കുക. എല്ലാവർക്കും നമ്മൾ പെടില്ല. എന്താണോ ആൾക്കാർ മൊത്തം ഒരുമിച്ച് അവർ പറയുന്നത്, അതായത് ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയണത്, ആ കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളതിനെ എതിരെ ചെയ്യാം. അത് പക്ഷേ ആ ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. കാരണം പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അത് ലോജിക്കലി കൂടെ ചോദിക്കുകയും കൂടെ വേണ്ടേ? നമ്മുടെ അങ്ങനെ ബ്ലൈൻഡായിട്ട് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഇവിടെ ഒരു മോള് വന്നു പുതുതായിട്ട്, കല്യാണിൻ്റെ ഒരു പുതിയ മോൾ ഇവിടെ പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചാടി കയറി പർച്ചേസ് ചെയ്യാൻ പോയി. അതാണ് ബാൻഡ് വാഗൺ എഫക്റ്റ്. അപ്പോൾ അവിടെ നമുക്ക് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, ബിക്കോസ് നമുക്ക് കറന്റ് ഒന്നും വാങ്ങിക്കേണ്ട സിറ്റുവേഷൻ ഇല്ല. നമ്മുടെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഇഗ്നോർ ചെയ്യാം. അതായത് ഞാൻ എതിരെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാതിരിക്കുക. അതായത് ഇപ്പോൾ നീ പറഞ്ഞ പോലെ ആ ഷോപ്പിലേക്ക് എല്ലാവരും പോകുമ്പോൾ നമ്മൾ പോകാതിരിക്കുക. കാരണം നമുക്ക് ആവശ്യമില്ല. നമ്മളിപ്പോൾ ആ തുണി മറ്റേ ആ ഷോപ്പിംഗ് മാളിൽ പോയിട്ട് നമുക്ക് ആവശ്യമില്ലാത്തൊരു പ്രൊഡക്റ്റ് എന്തിനാണ് പർച്ചേസ് ചെയ്യുന്നത്? എല്ലാവരും പോകുന്നു, എല്ലാവരും മേടിക്കുന്നു. അപ്പോൾ നമുക്ക് ടെൻഡൻസി വരികയാണ് എന്തെങ്കിലും മേടിക്കണമെന്ന്. നിനക്ക് 10 ടീഷർട്ട് ഉണ്ടാവും, നീ വെറുതെ അവിടെ പോയിട്ട് 11ാമത്തെ ടീഷർട്ട് എന്തിനാണ് വെറുതെ എടുക്കണേ? അതിന് നീഡ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ബാൻഡ് വാഗൺ എഫക്റ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ചെയ്യും. ചില സമയത്ത് നമുക്ക് നാണക്കേടായിട്ട് വരാറുണ്ട്. നിനക്ക് പർട്ടിക്കുലർ ന്യൂസ് നിനക്കറിയില്ല ന്യൂസ്. ഇപ്പോൾ ബാൻഡ് വാഗൺ എഫക്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും ആ ന്യൂസിൻ്റെ പിന്നാലെ പോകണം. അതുകൊണ്ടാണ് ഇപ്പോൾ ന്യൂസ് ചാനലുകളൊക്കെ ആ സാധനം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പേരെന്താ പറയുക, അവരുടെ TRP റേറ്റിംഗ് ആണോ? അവരുടെ TRP റേറ്റിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു മാനിപ്പുലേഷൻ ഇതാണ്. അതായത് ഒരു പർട്ടിക്കുലർ ന്യൂസ് എടുത്തിട്ട് കഴിഞ്ഞാൽ ആ ന്യൂസിലേക്ക് ആൾക്കാർ ഒരുമിച്ച് കൂടുന്നു നോക്കിയിട്ട് അത് ഹൈപ്പിൽ സംസാരിക്കും. അപ്പോൾ അവിടെ കൂടി. ഇനി നിനക്ക് ആ ന്യൂസ് അറിയില്ല എന്ന് വിചാരിക്കും. ആ കാര്യം നിനക്ക് അറിയില്ല, നിനക്കവിടെ നാണക്കേടായോ? നാണക്കേടെന്ന് വെച്ചാൽ നമുക്ക് നാണക്കേട് ഫീൽ ആവില്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ ആ ന്യൂസ് കൊണ്ട് ഒരു റെലവൻസ് ഉണ്ടാവില്ല. പക്ഷെ ആൾക്കാർ പറയുന്നു, അതായത് ഇന്ന ന്യൂസ് നിനക്കറിയില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ന്യൂസ് അറിയാൻ വേണ്ടി, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ന്യൂസ്. ഞാൻ ഹോണസ്റ്റ് ആയിട്ടൊരു റിവീൽ നടത്തട്ടെ ഇവിടെ. ഈ പറഞ്ഞ ഇൻസിഡൻ്റ് ആയിട്ട് എനിക്ക് വളരെ ഹോണസ്റ്റ് ആയിട്ട് ഞാൻ പണ്ട് ചെയ്ത ഒരു മണ്ടത്തരം എന്നൊക്കെ വിളിക്കാം, ഞാൻ റിവീൽ ചെയ്യാം. അതൊക്കെ ഒരു നാണക്കേടല്ല. ഞങ്ങൾ +2 പഠിക്കുമ്പോഴാണ് മൈക്കിൾ ജാക്സൺ മരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ ആളുടെ പാട്ടുകൾ സത്യമായിട്ട് ഞാൻ കേൾക്കാറില്ല. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് മൈക്കിൾ ജാക്സന്റെ പാട്ടുകൾ കേൾക്കുകയോ അതിനുവേണ്ടി ടൈം എടുക്കുന്നില്ല, ബൈ ചാൻസ് കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അന്ന് എനിക്ക് അതിന് എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. മൈക്കിൾ ജാക്സന്റെ പാട്ടുകളോട് എനിക്ക് യാതൊരു എക്സ്പോഷറും ഉണ്ടായിരുന്നില്ല.
അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല, മൈക്കിൾ ജാക്സൺ ഫാൻസ് ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ പാട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, എനിക്ക് അതിനുള്ള എക്സ്പോഷർ കിട്ടിയിട്ടില്ല. നമ്മൾ +2 പഠിക്കുമ്പോഴാണ് ഈ മൈക്കിൾ ജാക്സൺ മരണപ്പെടുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ക്ലാസ്സിൽ വൺ ഡിസ്കഷൻ മൈക്കിൾ ജാക്സൻ്റെ പാട്ടുകളെ പറ്റി. അപ്പോൾ നീ ഈ പറഞ്ഞ ഫീലിംഗ് എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഇയാളുടെ പാട്ടുകളൊന്നും അറിയില്ല. അപ്പം ഞാനും പറഞ്ഞു, ആ പിന്നെ കിടു പാട്ടല്ലേ, ഞാൻ ഡെയിലി കേൾക്കാറുണ്ട്. സോ പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്കൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം എന്ന് പറയാനുള്ള ഒരു മെച്യൂരിറ്റി വന്നത് just because we understood we don't want to be in this rat race or just we don't want to be in this bandwagon effect. പക്ഷെ പണ്ട് ഞാൻ അങ്ങനെ +2 പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. പിന്നെ നമുക്ക് ഗ്രൂപ്പിൽ അക്സെപ്റ്റൻസ് വേണം. നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് പോലെ നമ്മൾ ഒരു കാര്യം ചെയ്യണം, ഒരു ഗ്രൂപ്പ് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യണതിനെക്കാട്ടും കൂടുതൽ ആഗ്രഹിക്കുക എന്താ, ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിലാണ് മനുഷ്യൻ്റെ ബ്രെയിൻ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു കമ്പനി തുടങ്ങുക, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാവുക, ഫാമിലി ആയിട്ടിരിക്കുക, ഇതൊക്കെ നമ്മൾ സൊസൈറ്റി ആയിട്ട് ഇരിക്കണം. ഈ സൊസൈറ്റിയിൽ നമുക്ക് അക്സെപ്റ്റൻസ് വേണമെങ്കിൽ എന്ത് വേണം, ഇവരെല്ലാവരും ഗ്രൂപ്പായിട്ട് ചിന്തിക്കുന്ന കാര്യം നമ്മൾ ബിലീവ് ചെയ്യണം. അല്ലെങ്കിൽ പുറത്താണ് ബിലീവ് ചെയ്യണം. അതല്ല ഈ ബുദ്ധിയുള്ള ആൾക്കാർ എന്താ ചെയ്യാറിയോ, ദേ പ്രിറ്റൻഡ് ടു ബി ദെയർ ബിലീവിങ്. ഞാനത് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ ധരിപ്പിക്കും. ആക്ച്വലി വിശ്വാസമൊന്നും ഉണ്ടാവില്ല ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാര്. എനിക്ക് ഭയങ്കര വിശ്വാസം എന്നുള്ളത് ബാക്കിയുള്ളവരെ കാണിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ബുദ്ധിമാൻ അറിയാം, ഞാനിത് വിശ്വസിക്കുന്നുണ്ട് എന്ന് കാണിച്ചാലേ ആണ് എനിക്ക് ഈ ഗ്രൂപ്പിൽ റെലവൻസ് ഉള്ളൂ. ക്ലിയർ ആയോ? ഇത് എല്ലാവിടെയും ഉണ്ടടാ. നമ്മൾക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ കേട്ടു സൂപ്പർ നമ്മൾ കൈയടിക്കും. വൈ? ബിക്കോസ് നമ്മൾ അവിടെ അങ്ങനെ ആക്ട് ചെയ്തില്ലെങ്കിൽ വി ആർ ഔട്ട് ഓഫ് ദ ഗ്രൂപ്പ്. ക്ലിയർ? അതുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ഇനി ബാൻഡ് വാഗൺ എഫക്റ്റിന് ബന്ധപ്പെട്ട് ഞാൻ വേറെ കാര്യം പറയും. അത് തന്നെയാണ് ഇതെന്ന് തോന്നിക്കുന്ന ഒരേ പോലത്തെ 3 നെക്ലസാണ് ഇവർക്കുള്ളതെന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു കാര്യം നമ്മുടെ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്ര തിളക്കം ജഗതി പറയുന്ന ഡയലോഗാണ്. ഇതേപോലത്തെ ഒരു സാധനമാണ് നമുക്ക് വേറൊരു ബയസ്, ഫാൾസ് കൺസെൻസസ് എഫക്റ്റ് എന്ന് പറയും. അതായത് നീ ഒരു കാര്യം വിശ്വസിച്ചു, നിനക്കൊരു കാര്യം അറിയാം, അത് നീ വിശ്വസിക്കാനോ അറിയാണോ? അറിയാം, വിശ്വസിച്ചു. ഒരു കാര്യം അറിഞ്ഞു, അത് ഞാൻ വിശ്വസിച്ചു. അത് ലോകത്തെല്ലാവരും അത് തന്നെ വിശ്വസിക്കുന്നതെന്ന് ചിന്തിക്കുക. അതൊരു ഹ്യൂമൻ എറർ, തിങ്കിങ് എററാണ്. സോ ഗുഡ്. അതായത് നമ്മൾ പറയുന്നത് ശരി എന്നുള്ളതല്ല, നമ്മൾ പറയുന്നത് നോർമലായ കാര്യമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് നോർമൽ സാധനമാണ്. അതിനെയാണ് നമ്മൾ ഈ ഫാൾസ് കൺസെൻസസ് എഫക്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇതിലെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, വേറൊരാളുടെ പേഴ്സ്പെക്റ്റീവിലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കില്ല. കാരണം നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഫീഡാണ്, നമ്മൾ ചിന്തിക്കുന്നതാണ് ജനറലായിട്ട് എല്ലാവരും ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു എതിരഭിപ്രായം വന്നാൽ അവൻ്റെ പേഴ്സ്പെക്റ്റീവ് നമ്മൾ കേൾക്കാൻ പോലും സമ്മതിക്കില്ല. ഫസ്റ്റ് കേസ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഇരിക്കുകയാണ്. അതായത് ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം, അല്ലെങ്കിൽ കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടി ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ മാനേജറോ അല്ലെങ്കിൽ ചെയർമാനോ ആൾ പറയും നമുക്ക് ഫീൽഡ് വർക്ക് ചെയ്യാം, അതായത് കസ്റ്റമേഴ്സിനോട് പോയി ഡയറക്റ്റ് സംസാരിച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് അവതരിപ്പിക്കാമെന്ന് പുള്ളി പറഞ്ഞു. എല്ലാവരും ഒറ്റയടിക്ക് ഈ പറയുന്ന കാര്യം അംഗീകരിച്ചു കൊടുക്കും. ശരി മാനേജറാണ് പറയുന്നത്. അത് മാത്രമല്ല, അത് തന്നെയാണ് എല്ലാവരുടെ മനസ്സിലും തോട്ട്. പിന്നെ സിമ്പിളാണ്, അതായത് വലിയ ഡാറ്റയുടെ ആവശ്യമില്ല. ആൾ പറഞ്ഞു ഓക്കെ പറഞ്ഞൊക്കെ പരിപാടി കഴിഞ്ഞു. അതിലൊരാൾ മാത്രം പറയണം, അല്ല സാർ നമ്മൾ അങ്ങനെ മാത്രം ചെയ്യരുത്, നമ്മളൊരു ഓഫർ കൊടുക്കണം. ഇപ്പോൾ ഈ ടൈമിൽ കസ്റ്റമേഴ്സിന് അവിടെ പോയി കാണുന്നതിനെക്കാട്ടും നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി അടുത്തടുത്ത് അവൈലബിലിറ്റി ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥലത്ത് അവൈലബിലിറ്റി ഉണ്ട്, അതിന് വ്യത്യാസം എന്താ ഓഫർ വേണം എന്നൊരാൾ പറയുകയാണ്. ആൾ പുറത്താവും. ആ പറയുന്ന ആൾ മണ്ടനായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എഫക്റ്റ് എന്താ, ഈ പറയുന്ന മാനേജർ പറയുന്ന കാര്യവും, അതായത് അവരവർ ചിന്തിക്കുന്ന കാര്യവും ജനറലായ കാര്യമാണ്. അപ്പോൾ എതിരഭിപ്രായം വന്നപ്പോൾ അവൻ്റെ പെർസ്പെക്റ്റീവ് പെടും. അപ്പോൾ ഒപ്പീനിയൻ നമ്മൾ റെലവൻസ് കൊടുക്കാതെ ഇതാവും. പക്ഷെ ആ ഒപ്പീനിയൻ ആയിരിക്കും ചിലപ്പോൾ ക്ലിക്കാവും പോണത്. എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരു ഫൂളിഷ്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റൂ ക്ലിക്ക് ആവുമല്ലേ. അതെ, ട്രൈ ചെയ്തിരിക്കും അവനെ ഫുള്ള് പറയാൻ സമ്മതിക്കണം. അതിൻ്റെ ചിലപ്പോൾ അവന് അതിൻ്റെ ഐഡിയകൾ നല്ല ഉണ്ടാവും. അത് പറയാൻ നമ്മൾ സമയം കൊടുക്കണ്ടേ. ഈ ഫാൾസ് കൺസെൻസസ് എവിടെ ഉണ്ടാവും, അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പേരാണ് ബ്രോ, അത് ഞാൻ താഴെ എഴുതി കാണിക്കട്ടെ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് പ്ലീസ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫാൾസ് കൺസെൻസസ് എഫക്റ്റ് ഉണ്ടായിരുന്നാൾ?
ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെ ഒറിജിനേറ്റ് ആയി, എങ്ങനെ വന്നു എന്നുള്ളത്. എങ്ങനെ വന്നു? ഒരു ഹാളിൽ ഒരു 100 ആൾക്കാരുണ്ട്. ആ 100 ആൾക്കാരെയും ഗ്രൂപ്പായിട്ട് തിരിക്കണം. അതിന് ഈ ചെയ്യുന്ന ആൾക്കാർ തിരഞ്ഞെടുത്തത് സിനിമാ നടന്മാരുടെ ഫോട്ടോ എടുത്തു. ഒരു 10 സിനിമ നടന്മാരെ വെച്ചിട്ട് ഇതിൽ ഇഷ്ടമുള്ള ആരൊക്കെയാണ് അവരുടെ ആ സിനിമ ഫോട്ടോൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ 100 പേരും സ്പ്ലിറ്റായിട്ട് ഓരോ സ്ഥലത്ത് നിന്നു. ചില ഗ്രൂപ്പിൽ കൂടി, ചില ഗ്രൂപ്പിൽ കുറഞ്ഞു. അവിടെ അവരെന്താ സംസാരിക്കുക? ആ ഒരൊറ്റ സിനിമാ നടനെ കുറിച്ച് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. വേറെ നല്ല, അതായത് എല്ലാ നടന്മാരും അവരവരുടേതായ ഇൻഡിവിജ്വലി കഴിവുള്ളവരാണ്. നമ്മളെന്താ പറയുക, ഈ ഒരു പർട്ടിക്കുലർ നടൻ മാത്രമാണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ കാര്യങ്ങൾ ഡിസ്കഷൻ മൊത്തം അങ്ങനെ അത് മാത്രമായിരിക്കും. ഏത് ആ നടനെ കുറിച്ച് മാത്രമായിരിക്കും ഡിസ്കഷൻ. പുറത്തൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. അങ്ങനെയാണ് ഇത് ഉടലെടുത്തത്. അതായത് നമ്മളൊരു ഗ്രൂപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ സംസാരിക്കുന്നത് ഭയങ്കര സോഷ്യലി റെലവൻ്റ് കേട്ടോ. ആ കാര്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ. സെക്കൻഡ്, നമ്മൾ ഓപ്പൺ മൈൻഡഡും ക്യൂരിയസ് ആവാതിരിക്കും. അതായത് നമുക്ക് പുതിയ പുതിയ ഐഡിയകളും പുതിയ പുതിയ കാര്യങ്ങൾ നേടാൻ പറ്റും. അത് നമ്മൾ ചെയ്യില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ പെട്ടുപോയി. നമ്മുടെ ഗ്രോത്ത് അവിടെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇതാണ് അൾട്ടിമേറ്റ്. മറ്റേ കിണറിൽ നമ്മൾ പെട്ടു. ഈ കിണറിന്റെ പുറത്തൊരു ലോകം ഉണ്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. ആ കിണറാണ് ആ ഗ്രൂപ്പ്. അതെ, ആ ഗ്രൂപ്പ് പെട്ടുപോയി. അപ്പോൾ അവർ പുതിയ ഐഡിയകൾ പോകുന്നില്ല. ഇതിന് കാര്യം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ ജീവിച്ച ഒരാൾ ഒരു 10-24 വയസ്സ് വരെ കേരളത്തിൽ ജീവിച്ചു. ആളവിടെ നിന്ന് വേറെ നാട്ടിൽ ഗൾഫിൽ പോയി, അല്ലെങ്കിൽ വേറെ നാട്ടിൽ പോയിട്ട് ജോലി ചെയ്തിട്ട് തിരിച്ചു വന്നു. അന്ന് നീ സംസാരിച്ച അവനും പിന്നെ കഴിഞ്ഞിട്ട്, അതായത് ഇത്ര ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന അവനും നമ്മൾ വർഷങ്ങൾക്ക് ശേഷം വന്ന ആള് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ന്യൂ എക്സ്പീരിയൻസ്, ഹി മെറ്റ് വിത്ത് ന്യൂ പീപ്പിൾ. ആ ഗ്രൂപ്പിൽ നിന്ന് മാറി ചിന്തിച്ചു. അതെ, ഇതുകൊണ്ടാണ് അയാൾക്ക് എന്തുകൊണ്ട് വേറെ ആളായി മാറാൻ പറ്റിയതിന് കാരണം ഈ ഫാൾസ് കൺസെഷൻ അയാൾ പുറത്തായി. അയാൾക്ക് കിണറിന് പുറത്തു പോയി, ഫ്ലൈറ്റ് പിടിച്ച് പുറത്തു പോയി. പക്ഷേ ഇദ്ദേഹത്തിന് ഡയറക്ട്ലി ഈ ഫാൾസ് കൺസെഷനെ കുറിച്ച് അറിയില്ലെങ്കിലും ഇൻഡയറക്റ്റ് അയാളെ അവിടെ എത്തിച്ചു. അപ്പൊ അയാൾക്ക് പുതിയ അറിവ് നേടാൻ പറ്റി. എന്റെ പരിചയത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ ഗൾഫിൽ പോയിട്ട് സ്വഭാവവും അവരുടെ, ബിക്കോസ് ഇത് കാണുന്ന ഒരുപാട് പ്രവാസവും ഉണ്ടാവട്ടെ, നല്ല വ്യൂസ് വരട്ടെ. അപ്പോൾ ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അവർ നാട്ടിലുണ്ടാവുന്ന സമയത്തുള്ള അവരുടെ മൈൻഡ് സെറ്റേ ആയിരിക്കില്ല അവർ പുറത്ത് പോകുന്നത്. അത് ഗൾഫ് എന്നല്ല കേട്ടോ, ഏത് കൺട്രി. ഇപ്പം നമ്മുടെ ഇടയിലൊരു കാനഡ പോകുന്നൊരു ട്രെൻഡ് ഉണ്ട്, ജർമ്മനി പോകുന്നൊരു ട്രെൻഡ് ഉണ്ട്. അപ്പോൾ there is a person with a mindset before going to any other foreign country, after coming back from foreign country. ബിക്കോസ് അവരുമായിട്ട് ഞാൻ സംസാരിച്ചതുകൊണ്ട്, അങ്ങനത്തെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അവർ നാട്ടിലുള്ള ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റും ഒന്നുമല്ല പുറത്ത് പോകുന്ന സമയത്ത്. ബിക്കോസ് നീ പറഞ്ഞ ആ ബയസ് സിസ്റ്റത്തിൽ അവർ പുറത്ത് ചാടി അവർക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടി. പിന്നെ ക്യൂരിയസ് ആയി, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതെ. ഫാൾസ് കൺസെപ്റ്റ് പുറത്ത് വരാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് പോയിന്റ് മാറി ചിന്തിക്കുക. ഇതുവരെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെ ഒന്ന് മാറി ചിന്തിക്കുക. അതായത് നമ്മൾ ക്യൂരിയസ് ആവുക, അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു പ്രത്യേക കാര്യത്തിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്ന ഒരാളാണ്, പ്രത്യേക ഗ്രൂപ്പിൽ കൂടി നിൽക്കുന്ന ആളാണ്. നമ്മൾ ആ കാര്യത്തിന് ഓപ്പോസിറ്റ് വരുന്ന ഒരു കാര്യത്തെ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഇരുന്ന് ചിന്തിക്കുക. അതിന് ഓപ്പോസിറ്റ് വന്നാൽ ചിന്തിച്ചാൽ പോരെ, ചിന്തിക്കാൻ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും കയറി വരും. ക്വസ്റ്റ്യൻസ് കയറി വരും. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കുക, ഫസ്റ്റ് വഴി. സെക്കൻഡ്, ഈ ഗ്രൂപ്പിൽപ്പെട്ട, അതായത് നമ്മളിപ്പോൾ വിശ്വസിച്ചിരിക്കുന്ന കാര്യത്തിന് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാർ അല്ലാത്ത ആൾക്കാരോട് പോയിട്ട് സംസാരിക്കുക സോഷ്യലി. അപ്പോൾ പല ചിന്തകളുള്ള ആൾക്കാർ ഒരു സബ്ജക്റ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് ജനറലായി മാറും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, അവർക്ക് അവരുടേതായ പെർസ്പെക്റ്റീവ് ഉണ്ട്, അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. എൻ്റെ അഭിപ്രായം ലോകം മൊത്തം അംഗീകരിച്ചൊരു അഭിപ്രായം അല്ല. ഞാൻ ഈ അഭിപ്രായം വിശ്വസിക്കുന്നത് എല്ലാവരും അതുപോലെ വിശ്വസിക്കേണ്ടെന്ന് തെറ്റായി ചിന്തിക്കുകയാണ്. അല്ല, ഓരോരുത്തർക്ക് അവരുടേതായ പെർസ്പെക്റ്റീവിലെ കാര്യങ്ങൾ പറയാനുണ്ട്. അതും ലോകത്തുള്ളതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ആക്ച്വലി ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ഒരു തീരുമാനം എടുക്കാമെന്ന് ഐ വിൽ ബ്രീഫ് ഇറ്റ് ഔട്ട്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ യു ക്യാൻ ഓൾസോ ഇംപ്ലിമെൻറ്റ് ഇൻ ലൈഫ്. ഫസ്റ്റ്, ആ തീരുമാനം ഇപ്പം എടുക്കേണ്ടതാണോ എന്ന് തന്നെ ഞാൻ ആലോചിക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ തീരുമാനം എടുക്കേണ്ട ആവശ്യമുണ്ടോ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ആസ്ക് മൈസെൽഫ്. ഇപ്പം എടുക്കേണ്ട തീരുമാനം അല്ലെങ്കിൽ ഐ കീപ്പ് ഇറ്റ് ദർ, ഐ ഗിവ് ഇറ്റ് ടൈം. ആ തീരുമാനം നമുക്ക് എടുക്കാൻ സമയമുണ്ട്, അത് ആലോചിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്, ഐ കീപ്പ് ഇറ്റ് ദർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഐ ആസ്ക്, ഈ തീരുമാനം എടുക്കാനുള്ള ഡാറ്റ എന്തൊക്കെയാണ് എനിക്കുള്ളത്?
തേർഡ് ക്വസ്റ്റ്യൻ ആസ്ക്, ഈ ഡിസിഷൻ എടുത്താൽ വാട്ട് വിൽ ബി ദി ആഫ്റ്റർ എഫക്ട്സ്. ഈ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 90% പ്രോബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ ഇപ്പോൾ എടുക്കുന്നതിനെക്കാട്ടിൽ ബെറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. യു ക്യാൻ ഡു ആക്ച്വലി ഈസ് ദാറ്റ് ആ ഒരു പെർട്ടിക്കുലർ ഹാബിറ്റ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ബയസ് ഒഴിവാക്കാൻ എന്തെല്ലാം സാഹചര്യങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ബയസിന് കാരണമാവുന്ന എന്തെല്ലാം എൻവയോൺമെൻറ്റ്സ് ഉണ്ടോ, ആ എൻവയോൺമെൻറ്റ്സിനെ മുഴുവൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ബിക്കോസ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന 6 ആളുകളുടെ ആവറേജ് ആയിരിക്കും. സോ ചൂസ് യുവർ സർക്കിൾ വൈസ്ലി. താങ്ക് യു.